ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ അമ്മമ്മ വിളക്ക് വെക്കുന്നെല്ലാം കണ്ടിട്ട് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് ഒരു സ്പെഷ്യൽ സാധനം വാങ്ങാൻ പോവാണ്. എൻ്റെ കൂടെ ചക്കരയും അതേപോലെ ഈ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോകുന്ന പാറുണ്ട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ടുള്ള ഒരു അറേക്കാലേക്കാണ് ഈ ഒരു പോക്ക്. ശ്രീ ആലയിൽ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രം ചാത്തമുത്ത്. വടക്കൻ കേരളത്തിൽ ഇപ്പം പൂരത്തിൻ്റെ സീസണാണ്. പൂരത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഉള്ളിക്കഞ്ഞി, പൂരക്കഞ്ഞി, വോട്ടവർ. സോ ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് ഉള്ളിക്കറിയും ചോറും. കുറേ ആൾക്കാർ ഓൾറെഡി വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ ചോറെടുത്ത് വേറൊരു പാത്രത്തിൽ ഉള്ളിക്കറിയും വാങ്ങിയിട്ട് പോകുന്നതാണ്. സോ ആ കാണുന്നതാണ് ഉള്ളിക്കറി. കുറേ കഴിഞ്ഞു, കുറേ ആൾക്കാർ ഓൾറെഡി വന്നു പോയല്ലോ. ഈ ഉള്ളിക്കറി ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ മെത്തേഡിലാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഓർമ്മയും ധാരണയില്ല, പക്ഷെ എന്നാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. സോ ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കും. ആ കഴിക്കുന്നതും ഒരു ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഇങ്ങനൊരു പാത്രത്തിൽ കുറച്ച് ചോറെടുത്തിട്ട് ആ ചോറിനേക്കാളും അധികം ഉള്ളിക്കറി ഇങ്ങനെ ഇളക്കി, കുറച്ച് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ആ കാണുന്നതാണ് ഉള്ളിക്കറി. അപ്പോൾ ഉള്ളിക്കറി ഇങ്ങനെ ഒഴിച്ച് കുറച്ചും കൂടെ അങ്ങനെ ഒഴിച്ച് കുറേ അധികം ഉള്ളിക്കറി ഒഴിച്ച് ചോറിൻ്റെ കൂടെ ഒരു കഞ്ഞി രൂപത്തിൽ കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. യാ, സോ ദാറ്റ്സ് ഇറ്റ്, our കുട്ടി വീഡിയോ അബൌട്ട് ഉള്ളിക്കറി.